മൊബൈൽ ഫോണിലെ ചാർജ് പോകുന്ന ഒരവസരമുണ്ട്. 5% ആയിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പരവേശമുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ചാർജ് ചെയ്ത് തിരിച്ച് ആ ഒരു മീഡിയയുടെ ഇടയിലേക്ക് എത്തുവാനെന്നുള്ള ഒരാഗ്രഹം. ഒരു അമ്മച്ചിമാരൊക്കെ ഉണ്ട്. 80% താഴെ 95% 100% എപ്പോഴുമായിരിക്കണം ഇങ്ങനെ നിർബന്ധമാണ്. എപ്പോഴും ഇങ്ങനെ ചെയ്ത് ചാർജ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക. പക്ഷേ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം അങ്ങനെ ഒരു ട്രോമ നമുക്കുണ്ടായിരിക്കുന്നത്. ചാർജായിരിക്കുക നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മളുടെ ഈ ഒരു ബന്ധത്തിന് നമുക്ക് എത്രമാത്രം ഇങ്ങനെ ഒരു അസ്വസ്ഥത, കേവലം ഒരു ഫോൺ ചാർജ് ചെയ്യുന്ന അത്ര മാത്രമെങ്കിലും ഒരു അസ്വസ്ഥത നമുക്കുണ്ടോ എന്ന് എന്നൊന്ന് ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ, അതാണ് നമ്മളുടെ ആത്മീയതയുടെ ഒരു ധ്യാനമെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. ഞാൻ അസ്വസ്ഥനാണ്. എൻ്റെ തമ്പുരാനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ, എൻ്റെ തമ്പുരാനുമായിട്ട് ഞാൻ ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അസ്വസ്ഥനാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇന്നത്തെ ദിവസത്തിൻ്റെ ആവശ്യമായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ധ്യാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അവന് കാതുകളുണ്ട്, അവർ കേൾക്കുന്നുണ്ടായിരിക്കാം, അവർ കണ്ണുകളുണ്ട്, അവർ തലമയോടെ കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ അവൻ്റെ ഹൃദയം തമ്പുരാനിൽ നിന്ന് അകലെയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എൻ്റെ ഹൃദയം തമ്പുരാനിൽ നിന്ന് അങ്ങനെയാണ്. ഇങ്ങനെയായിരിക്കുന്ന ഹൃദയത്തിനെ തുടിപ്പിക്കുവാൻ, അതിനെ ജീവൻ നൽകുവാൻ ദൈവത്തിന്റെ വചനം ആ ഹൃദയത്തിൽ എത്തണമെന്ന് തമ്പുരാൻ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടും. നമ്മളിത് കാണുന്നുണ്ട്. ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഒരു ബന്ധം എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ഈശോ ഇങ്ങനെ തൻ്റെ മുൻപിലുള്ള ജനത്തിന്റെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ദൈവ അനുഭവത്തെ, ഈ ഒരു പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് എത്രമാത്രം നമുക്കിന്ന് ഉറപ്പിച്ച് ആ ഒരു കോൺഫിഡന്റോടെ നമുക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്താ വിഷയമാക്കേണ്ടതാണ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യും. മൃതമായിരിക്കുന്ന ഹൃദയത്തിന്റെ തലങ്ങളിലേക്ക് വചനത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അത് ജീവനുള്ളതായി മാറുന്നുവെന്ന് വചനം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ മൃതമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക്, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക്, തളർന്നിരിക്കുന്ന ആത്മാവിന്റെ അവസ്ഥകളിലേക്ക് ദൈവവചനത്തെ നൽകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. പുത്രന് സ്വയമേവ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിതാവ് ചെയ്യുന്നത് പുത്രൻ ചെയ്യുന്നത്. പിതാവുമായി ഒന്നായിരിക്കുമെങ്കിൽ അവരുടെ ബന്ധത്തെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദൈവം ഇങ്ങനെ സ്വർഗത്തിലിരുന്ന് മനുഷ്യനെ നോക്കിക്കാണുന്ന ഒരുവനായിട്ട് മനസ്സിലാക്കുന്നതിനപ്പുറമായിട്ട് അതൊരു ബന്ധമായിട്ട്, ഒരു റിലേഷനായിട്ട്, ഒരു കണക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ തന്റെ പിതാവിനെ പറ്റി, അപ്പനെ പറ്റി, ദൈവത്തെ പറ്റി ഈശോ ഇങ്ങനെ വാചാകുലനാകുമ്പോൾ പറയുന്നത് ഇറ്റ്സ് റിലേഷൻ. നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്, ഒരു സ്നേഹമാണ്. നമ്മളിങ്ങനെ ദൈവത്തെ നോക്കി സ്നേഹത്തെ പഠിക്കുവാൻ നമ്മളുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. നമ്മുടെ